ഹലോ, ഇന്നൊരു സൺഡേ വ്ലോഗാണ് കാണിക്കുന്നത്. അപ്പോൾ സമയം രാവിലെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞു. എഴുന്നേറ്റപ്പോൾ നല്ല ലേറ്റായിപ്പോയി. കാരണം ഇന്നലെ രാത്രിയിൽ ഉറങ്ങാനും ലേറ്റായി. കാരണം എനിക്കിപ്പോൾ നല്ല ചുമയുണ്ട്, കുറേ നാളുകൊണ്ട് എന്ത് ചെയ്തിട്ടും മാറുന്നേ ഇല്ല. മാത്രമല്ല മോള് ഫാൻ ഇടാൻ വേണ്ടിയിട്ട് നിർബന്ധം പിടിക്കുമ്പോൾ ഫാൻ ഇട്ട് കൊടുക്കും അവൾക്ക് ചൂടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, കാരണം മൂക്കടയും ചുമ കൂടുകയൊക്കെ ചെയ്യും. അത് കാരണം ഇപ്പം ഞാൻ ലേറ്റായിട്ടാണ് മിക്ക ദിവസങ്ങളിൽ എഴുന്നേൽക്കുന്നത്. അതുപോലെ തന്നെ ഇച്ചായനും വീട്ടിലില്ല. ആളുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും വിളിച്ച് എഴുന്നേൽപ്പിക്കും. പിന്നെ ഞങ്ങൾ രാവിലത്തെ ജോലിയൊക്കെ തീർത്ത് വെച്ചിട്ടാണ് എന്നും ഞായറാഴ്ചകളിൽ ചർച്ചിൽ പോകുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഇനി ചർച്ചിൽ പോകാൻ പറ്റത്തില്ല, കാരണം കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് ഞാനും മോളും ഒരുങ്ങി നടന്ന് വേണം പോകാൻ. അപ്പോൾ നടന്നൊക്കെ പോകുമ്പോൾ ഒരുപാട് ലേറ്റാവും. അത് കാരണം ഇനി ചർച്ചിൽ പോകുന്നില്ല എന്ന് വെച്ചു. അപ്പോൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. പിന്നെ ചർച്ചിലൊന്നും പോകാത്തതുകൊണ്ട് തന്നെ മോളെയും വിളിച്ച് എഴുന്നേൽപ്പിച്ചില്ല, അവൾ കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളയിലോട്ട് വന്നു. അപ്പോൾ ഇന്ന് കാപ്പിക്ക് ഇഡ്ഡലിയും പുതിന ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പൂച്ചക്കുട്ടൻ്റെയും മതിലിൻ്റെ പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും നോക്കിക്കൊണ്ട്. പ്രത്യേകിച്ച് യാതൊരു വിളിയോ ബഹളമോ ഒന്നുമില്ല. എന്തെങ്കിലും ഫുഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ അവിടെ മിണ്ടാണ്ടിരിക്കും. വിളിയോ ബഹളമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും പിന്നെ ഓടിച്ചൊന്നും വിടില്ല. പിന്നെ മീനിൻ്റെ വേസ്റ്റ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ആൾ തട്ടി വിട്ടോളും. അപ്പോൾ ഇഡ്ഡലിയുടെ മാവൊക്കെ റെഡിയാക്കി പാത്രത്തിലൊഴിച്ചു. ഇഡ്ഡലിയും വേകാൻ വേണ്ടി വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഡ്ഡലി റെഡിയായി. ഇനി അതിൻ്റെ കൂടെ പുതിന ചട്നിയും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ പുതിന ഇല എന്ന് പറയുന്നത് ഏകദേശം ഒരാഴ്ച കൂടുതലായി മേടിച്ച് വെച്ചിട്ട് കുറേ ഇലയൊക്കെ അഴുകിപ്പോയി. അപ്പോൾ ഇനി അതിൽ നല്ല ഇല മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് വേണം പുതിന ചട്നി ഉണ്ടാക്കുക. അപ്പോൾ ബാക്കി ഞാൻ കുറച്ചുകൂടെ പുതിന ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട്, അപ്പോൾ പുതിന ചട്നി ഉണ്ടാക്കുന്നവർക്കറിയാം ഇഞ്ചി ചേർക്കും. അപ്പോൾ ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇഞ്ചി ഇല്ലാണ്ടാണ് ഇന്ന് പുതിന ചട്നി ഉണ്ടാക്കുന്നത്. ആവശ്യത്തിനുള്ള ആദ്യം ഉഴുന്ന് പരിപ്പൊന്ന് വറുത്തെടുത്തതിന് ശേഷം പുളിയും ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് പുതിന ഇലയൊന്ന് വഴറ്റിയെടുത്തു. ആവശ്യത്തിനുള്ള തേങ്ങയും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ പുതിന ഇലയുടെ മണവും രുചിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും പുതിന ചട്നി ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഇഡ്ഡലിയും പുതിന ചട്നിയും കൂടെ കൂട്ടി ഞാൻ രാവിലെ തന്നെ കാപ്പി കുടിച്ചു. ഇപ്പം മോൾ എഴുന്നേൽക്കുന്നവരെയൊന്നും ഞാൻ വെയിറ്റ് ചെയ്യാറില്ല, കാരണം അവൾ എഴുന്നേൽക്കുമ്പോൾ 9-9:30 ആവും ചില സമയങ്ങളിൽ. അതുവരെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, കാരണം പ്രഗ്നൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. പിന്നെ നിന്ന് ജോലിയൊന്നും ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ എൻ്റെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇനി ലഞ്ചിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഉള്ള പച്ചക്കറി കൊണ്ട് ഒരു സാമ്പാർ പോലെ എന്തെങ്കിലും വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു തോരനും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പച്ചക്കറി എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ എല്ലാ പച്ചക്കറിയും മേടിച്ച് കൂട്ടാറില്ല. ഒരാഴ്ചയ്ക്ക് ആവശ്യമുള്ള തക്കാളി, പച്ചമുളക്, ഇഞ്ചി അങ്ങനെയൊക്കെയാണ് കൂടുതലും മേടിക്കുന്നത്. പിന്നെ തോരനുള്ള ഐറ്റമൊക്കെ മേടിക്കും. പിന്നെ സാമ്പാറിന് എന്ന് പറയുമ്പോൾ പരിപ്പൊക്കെ ഞാൻ നേരത്തെ തന്നെ ഒന്ന് കുതിർക്കാൻ വയ്ക്കും. അപ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടുമല്ലോ. കുക്കറിലാണെങ്കിൽ ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി. അപ്പോൾ ഇന്ന് ചക്ക അരിയുടെ പാട വെച്ചിട്ടാണ് ഒരു തോരനും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഇടാം. പിന്നെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് പരിപ്പൊക്കെ ചേർത്തിട്ട് ഞാനത് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ചക്കരിയുടെ പാട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഈ തോരൻ. തീർച്ചയായിട്ടും ഞാൻ റെസിപ്പി ഇട്ടേക്കാം. പിന്നെ ഇന്ന് മീനൊന്നും കിട്ടിയില്ല, അപ്പോൾ മീച്ചാനും കൂടെ ഇല്ലാത്തതുകൊണ്ട് ചിക്കനോ ഇറച്ചിയോ ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഉച്ചയൂണെന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ സാമ്പാറും ഈ ഒരു ചക്കരിയുടെ പാട വെച്ചിട്ടുള്ള തോരനും പിന്നെ ഇന്നലത്തെ രസവും അച്ചാറും ഒക്കെ കൂട്ടി ഞങ്ങൾ ചോറും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.